ആലപ്പുഴയിൽ BLOമാരെ നേരിട്ടും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും ശാസിക്കുകയാണ് ജില്ലാ കളക്ടർ. BLOമാർ ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നെന്ന് കളക്ടർ അലക്സ് വർഗീസിന്റെ ശബ്ദ സന്ദേശം. ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടിയെടുക്കുമെന്നാണ് കളക്ടറുടെ ഭീഷണി. കളക്ടർ അലക്സ് വർഗീസിന്റെ ശബ്ദ സന്ദേശം 24 ലഭിച്ചു. നാളെ നിർബന്ധമായിട്ട് എനിക്കൊരു ആവറേജ് 180-200 ബൂത്തുകളാണ് ഉള്ളത്. നാളെ നിർബന്ധമായിട്ടൊരു 30 ബൂത്തുകളിൽ നിങ്ങളെ ഓരോരുത്തരും നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്യണം. അതായത് യാതൊരു ദാക്ഷിണ്യം വേണ്ട. പലരും ഇത് വളരെ ഉപേക്ഷ എടുത്തേക്കുന്നത്. നാളെ മിക്കവാറും ഞാനത് ഡെപ്യൂട്ടി സന്ദീപിനോട് റെക്കമെൻഡ് ചെയ്യും. ആരും ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഒരു സൂപ്പർവൈസർക്ക് യാതൊരു താല്പര്യം ഇല്ലാത്തതും ആർക്കോ വേണ്ടി വന്ന ചടങ്ങിന് വേണ്ടി നിൽക്കുന്നവരെയാണ്. ഫീൽഡിൽ നേരിടുന്ന വെല്ലുവിളികൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ BLOമാർ സന്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. സജീവ് സാർ, നിങ്ങൾ ഞങ്ങൾക്ക് പ്രഷർ തന്നോ ഒന്നും അല്ല പറഞ്ഞത്. നമുക്കൊരു ടൈം ബോണ്ട് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഡിസംബർ 5 വരെയാണ് പറഞ്ഞത്. അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. അത് തീർക്കുകയും ചെയ്യും. അല്ലാതെ ഈ സമ്മർദ്ദം IT ഫീൽഡിലുള്ളവർ സമ്മർദ്ദം കൂടുതലുണ്ട്, അവർ ആത്മഹത്യ എന്ന് അതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. മനുഷ്യരെല്ലാം പല സാഹചര്യങ്ങളും പല രീതിയിലുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു മരണത്തെ വേറെ ഇത് വെച്ചുകൊണ്ട് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അത് ഞാൻ കളക്ടർക്ക് ഈ സമ്മർദ്ദം കളക്ടർക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മരണം പോലും ഈ സജീവ് സാറ് ഇത്ര ലഘൂകരിച്ച കാര്യം ഞാൻ കളക്ടർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേസമയം ആത്മഹത്യ ലഘൂകരിച്ചാണ് ഡെപ്യൂട്ടി തഹസിൽദാർ സജീവിന്റെ മറുപടി. ബഹുരാഷ്ട്ര കമ്പനികളിൽ പോലും ആത്മഹത്യകൾ ഉണ്ടാകുന്നില്ലേ എന്നാണ് ചോദ്യം. അശ്വിൻ പാലാഴി ആ വാർത്തകൾ നിർമ്മിച്ചിരുന്നു. അശ്വിൻ, ഈ നമ്മൾ നേരത്തെ ഈ തോട്ടം മേഖലകളിൽ കൊളുന്തു നുള്ളുന്ന തൊഴിലാളികളോട് അവിടെ നിൽക്കുന്ന മുതലാളിമാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പോലും ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല. അങ്ങ് വിരട്ടുക ഒരു കളക്ടർ. അശ്വിൻ, വേറൊരു സബ് കളക്ടർ ആണെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികളിൽ പോലും ഇത് സംഭവിക്കുന്നില്ലേ, അവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും ആകാമല്ലോ എന്നാണല്ലോ. ഇത് എങ്ങനെയും എല്ലാ മേഖലയിലും ഇത് ഇല്ലാതാക്കുക എന്നതിലാണല്ലോ നമ്മുടെ ലക്ഷ്യമിരിക്കുന്നത്. ഇവരൊക്കെ ബഹിരാഷ്ട്ര കമ്പനികളുടെ CEOമാരായിട്ട് അങ്ങ് തോന്നുകയാണോ ഈ കളക്ടർക്കും ഈ പറയുന്ന തഹസിൽദാർക്കൊക്കെ? അശ്വിൻ, വ്യാപകമായി ഈ സംയമ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഏത് തരത്തിലാണ് അതിൻ്റെ ഒരു ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശങ്ങളൊപ്പം കളക്ടർ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആ ഓഡിയോ സന്ദേശമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്രയും വേഗം ഇത് പൂർത്തിയാക്കണമെന്ന മാന്യമായ ഭാഷയിൽ പറയുന്നതിനപ്പുറം ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് കളക്ടറുടെ ഭാഷ പോകുന്നു എന്നുള്ളതാണ് BLOമാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നത്. ഒരു കളക്ടർ നേരിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിലവിൽ BLOമാർക്ക് ഡിസംബർ 4 ഫോമുകൾ തിരികെ എത്തിക്കണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ചെങ്ങന്നൂരിലെ കാര്യം സംബന്ധിച്ച് നോക്കുമ്പോൾ ഓരോ ദിവസവും ഇത്ര എണ്ണം നൽകിയിരിക്കുകയാണ്. ഈ എണ്ണം ഫോമുകൾ തിരികെ എത്തിച്ചില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കടുത്ത അപമാനം, ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ, അതുകൂടാതെ ഡെപ്യൂട്ടി തഹസിൽദാർ നേരിട്ട് വിളിച്ചും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അപമാനിക്കുന്നു. കളക്ടറും സമാനമായ സ്വഭാവം പിന്തുടരുന്നു എന്നുള്ളതൊക്കെയാണ് BLOമാരുടെ പരാതി. എന്തായാലും ഈ ഡിസംബർ 4 പൂർത്തിയാക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഡെപ്യൂട്ടി തഹസിൽദാർക്ക് ഒരു ദിവസം ഇത്ര ഫോമുകൾ നിങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് തിരികെ കൊണ്ടുവരണം എന്ന് പറയാനാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഇതേ ഡെപ്യൂട്ടി തഹസിൽദാരായ സജീവ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം നൽകുന്നുണ്ട്. നിശ്ചയിച്ച ഫോമുകൾ ഒരു ദിവസം പൂർത്തിയാക്കിയ BLOമാർ അവരുടെ ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണം എന്നുള്ളതാണ്. അത് ഏത് ചട്ടത്തിൻ്റെ പുറത്താണ് ഈ ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് പറയാനാവുക എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതൊരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണ്. ഒരാൾ പൂർത്തിയാക്കിയിട്ടാൽ സ്വാഭാവികമായും മറ്റൊരാളെ അത് ഇടാൻ പ്രേരിപ്പിക്കും. ഈ ജോലികൾ പൂർത്തീകരിച്ച ഫോട്ടോ ഇടാൻ പ്രേരിപ്പിക്കും. അല്ലാത്ത പക്ഷം അവർ അപമാനിതരാകുന്ന ഒരു സാഹചര്യം വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. അങ്ങനെ പല വിധത്തിൽ ഈ BLOമാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഇടപെടലുകളാണ് ഈ ആലപ്പുഴ ജില്ലയിൽ പലയിടത്തും ഉണ്ടാവുക. അതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ ശബ്ദ സന്ദേശങ്ങളായി വരിക. അതിനിടെ ഒരു BLO ചോദിക്കുന്നുണ്ട്, ഈ ആത്മഹത്യകൾ പെരുകുന്നു, ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്നത് എന്നൊക്കെ ആ വാട്സപ്പ് സന്ദേശത്തിൽ വ്യക്തമായി തന്നെ ഉണ്ട്. അതിൽ ചെങ്ങന്നൂർ ഡെപ്യൂട്ടി തഹസിൽദാർ സജീവ് നൽകിയ മറുപടിയാണ് ഏറെ വിചിത്രം. അത് ബഹുരാഷ്ട്ര കമ്പനികളിൽ പോലും ഇങ്ങനെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ഈ ടൈം ബോണ്ട് വെച്ചുള്ള ജോലികളിൽ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം സ്വാഭാവികമാണ് എന്നും അടക്കമുള്ള ആത്മഹത്യയെ ന്യായീകരിച്ചുകൊണ്ടും അതൊക്കെ സ്വാഭാവികമാണ്. അശ്വിൻ, അത് ബഹിരാഷ്ട്ര കമ്പനികളാണ്. അത് ഈ പറയുന്ന ഇൻഹ്യൂമൻ ടാർഗറ്റ് എന്നൊക്കെ ഇവരെ വിമർശിക്കുന്നവരാണ്. ഇതല്ലല്ലോ, ഇത് ബഹിരാഷ്ട്ര കമ്പനികളല്ല. ഇവർ സർക്കാർ ജോലിക്കാരാണ്. ഇവർ ചെയ്യുന്നതിൽ നിന്ന് വേറെ മാറി കുറച്ച് ദിവസത്തേക്ക് വേറൊരു ജോലി എന്നുള്ളതേ ഉള്ളൂ. കളക്ടർക്കൊക്കെ ഇങ്ങനെയൊക്കെ വരട്ടാനുള്ള അനുവാദം ഏത് ചട്ടത്തിലാണ് കളക്ടർ ഫീൽഡിൽ ഇറങ്ങി നടപടിയെടുക്കും എന്നൊക്കെ വരട്ടുന്നത് എങ്ങനെയാണ് അശ്വിൻ? ഇതാ ഇവിടെ റോസ്റ്റ് എന്നൊരു പ്രേക്ഷകർ പറയുന്നുണ്ട്, എന്നാൽ കളക്ടർ 2 ദിവസം ഫീൽഡിൽ ഇറങ്ങി നടക്കട്ടെ, അതല്ലേ ഹീറോയിസം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി കുറച്ച് ഈ പറയുന്ന SIR ഫോമുമായിട്ട് പോകട്ടെ കളക്ടർ ഓരോ വീടുകളിൽ.
അശ്വിന്റെ കോള് കട്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങ് ബഹുരാഷ്ട്ര കമ്പനിയിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിരുന്ന ഒരു മലയാളി യുവതി കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വരുന്നത്. ജോലിയുടെ സമ്മർദ്ദം താങ്ങാനാകാതെ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തു. കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയാ, ആത്മഹത്യ പോലും ന്യായീകരിക്കുക എന്നൊക്കെ പറയുന്നത് സങ്കടകരമാണ്. അപ്പം ഇതാണ് പ്രഷർ. ഈ പറയുന്ന ഇത് ഒരു 1000-ൽ 1-2 മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഈ വാട്സപ്പ് ഇവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ്, അവരുടെ ജോലി പോകുന്ന പേടി അവർക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 1000-ൽ 1-2 പുറത്തേക്ക് വരുള്ളൂ. ഇത് വ്യാപകമാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഈ പറയുന്ന വിരട്ട്, ഭീഷണി, ജോലി കളയും എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം സമ്മർദ്ദപ്പെടുത്തൽ അങ്ങേയറ്റം വ്യാപകമാണത്. അത് ഇനി ഒരു അന്വേഷണം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.